വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. തദ്ദേശം ജീവന സംരക്ഷണ യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ ഗംഭീര സ്വീകരണം. തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെയും തദ്ദേശ സർക്കാരുകളെയും ജനസാമാന്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാതെ യാതൊരുവിധ ശാസ്ത്രീയ പഠനവും നടത്താതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗ്രാമവികസനം, ടൗൺ പ്ലാനിംഗ്, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗരകാര്യ വകുപ്പ് എന്നിവ ഏകീകരണം തദ്ദേശ പൊതു സർവീസ് എന്നാൽ മൊത്തം കൺഫ്യൂഷനാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടാണ് LDF സർക്കാരിനെന്നും കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 12-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് മെയ് 23-ന് സമാപിക്കുന്ന തദ്ദേശ ജീവന സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലാതല സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് AICC സെക്രട്ടറി റോജി M. ജോൺ MLA കുറ്റപ്പെടുത്തി. അത് സംബന്ധിച്ച് ജീവനക്കാരുടെ ആശങ്കകളും പരാതികളും ഒക്കെ അന്ന് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുണ്ടായിട്ടുള്ള ചർച്ചയിലുമൊക്കെ ഞങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സബ്ജക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവിടെയും ഈ വിഷയങ്ങൾ ഞങ്ങൾ അക്കമിട്ട് നിരത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അന്ന് നമ്മൾ ഉന്നയിച്ച ആശങ്കകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഇന്ന് പ്രവൃത്തി പദത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ ആകെ മൊത്തം നമ്മുടെ സിനിമയിൽ പറയുന്നത് പോലെ പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ്. മൊത്തം കൺഫ്യൂഷൻ. ജീവനക്കാരെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എത്തും പിടിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ആകെ മൊത്തം ഒരു അവിയൽ പരുവമായി ഈ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഈ വകുപ്പിനെ പൂർണ്ണമായും മാറ്റി എന്നുള്ളതാണ് ഈ ഏകീകരണത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് വലിയൊരു പ്രതിസന്ധി, ഇതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രതിസന്ധി അല്ല. ഈ സംവിധാനത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ബാധിക്കുകയാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യ പ്രഭാഷണം നടത്തി. അങ്കമാലി നഗരസഭാ ചെയർമാൻ ഷിയോ പോൾ, ജാഥ ക്യാപ്റ്റൻ KLEO സംസ്ഥാന പ്രസിഡന്റ് ബേബി അരീക്കലിനെയും ജാഥ അംഗങ്ങളെയും ആദരിച്ചു. മുൻ MLA PJ ജോയ്, ഒക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി, DCC സെക്രട്ടറി KP ബേബി, കോൺഗ്രസ് ബ്ലോക്ക് മുൻ പ്രസിഡന്റ് KS ഷാജി, UDF അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ TM വർഗീസ് തുടങ്ങിയവർ ജാഥയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ നൈറ്റോ ബേബി അരീക്കൽ സംസാരിച്ചു. KLEO ജില്ലാ പ്രസിഡന്റ് റെനു AB അധ്യക്ഷത വഹിച്ചു. ജോഷി PJ സ്വാഗതവും ജോയി പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.